ഇന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഡേ ആണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇവൻ എന്ത് ചെയ്താൽ പ്രാമിനകത്തും ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല, കാർ സീറ്റിനകത്ത് ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോകാന്നുള്ള പ്ലാൻ ഞങ്ങളുടെ എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കാർ സീറ്റിൽ ഇരിക്കാതെ പറ്റില്ലല്ലോ, ഇരുന്ന് പഠിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു ഷോർട്ട് ഡിസ്റ്റൻസായി ഇരുത്തി പഠിപ്പിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് വെച്ചാൽ ഹാഫ് ആൻ അവറിലാണ് വിൻസർ കാസിൽ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഈവനിങ് ആയി പോകാമെന്ന് രാവിലെ പ്ലാനിങ് തുടങ്ങി. അവസാനം ഞങ്ങളിപ്പോൾ ഈവനിങ് എന്ന് വെച്ചാൽ 3 മണി കഴിഞ്ഞു. ഇവിടെ 4 മണിയാകുമ്പോഴത്തേക്കും സൺസെറ്റ് ആവുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിൻസർ കാസിലിൻ്റെ അവിടെ ചുമ്മാ ഒരു വാക്കിന് വരാമെന്ന് വിചാരിച്ചിട്ട് ഇവനെ കാർ സീറ്റിലിരുത്തി. വിചാരിച്ചതിലും നല്ല കുട്ടിയായിട്ട് പെരുമാറി. അവനൊരു അരമണിക്കൂറിൽ ഒരു 20 മിനിറ്റ് നന്നായിരുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് കളിച്ചിരിക്കുന്നു. പിന്നെ അവസാനത്തെ ഒരു 10 മിനിറ്റായപ്പോൾ കരച്ചിലായി. പിന്നെ ഞങ്ങളിവിടെ എത്തി. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. പിന്നെ അതുപോലെ ഈവനിങ് ആവാറായി. പക്ഷേ ലൈറ്റ് എനിക്കൊന്ന് സാധാ ഒരു നോർമൽ ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടിയാണ്. പക്ഷേ ഇതിപ്പോൾ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് ആരുമില്ല. ഇങ്ങനെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വാക്ക്. ഞങ്ങൾ കാസിലിന് വളരെ അടുത്ത് തന്നെയാണ് കാർ പാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് കാർ പാർക്ക് ചെയ്യുന്ന കാസിലിൻ്റെ അവിടോട്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു വാക്കാണ്. അപ്പോൾ അവിടെ നിറയെ ഷോപ്പുകളാണ്. നമുക്കറിയാം ഒരു ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്സ് ഉണ്ടാവും, ഒരുപാട് ഈറ്റ് ഔട്ട്സ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കടകളിലൊക്കെ മെയിൻലി അവരിങ്ങനെ എന്താ പറയുക മെമ്മറബിൾ ഐറ്റംസാണ് സെല് ചെയ്യുക. അവിടുത്തെ ഒരു സുവനീർ, നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന സാധനങ്ങൾ, ഇംഗ്ലണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ റെപ്രസെൻ്റ് ചെയ്തത് അങ്ങനെയായിട്ടുള്ള കുറേ സാധനങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര രസമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ആടുന്ന ഒരു സാധനം വെക്കില്ലേ, അപ്പോൾ അതിന് അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ അത് ക്വീൻ എലിസബത്തും കിങ് ചാൾസൊക്കെ ഇരുന്ന് ആടുന്ന പോലത്തെ കുറച്ച് സംഭവങ്ങൾ, അത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പം എനിക്ക് മാത്രമല്ല അനുവിനും ആക്ച്വലി ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി എന്തോ ഒരു എഡിൻബ്രയിലത്തെ ഒരു ഫീലിംഗ്. പണ്ട് ഞങ്ങൾ എഡിൻബ്രയുടെ ആ ഒരു തെരുവുകളിൽ കൂടെ നടന്ന പോലത്തെ ഒരു ഫീലാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്. നമ്മളിൽ കുറേ പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും പുറത്തെ രാജ്യങ്ങളിൽ ലൈക്ക് വെസ്റ്റേൺ കൺട്രീസ്, US UK കാനഡയോ അങ്ങനെ പോലൊരു രാജ്യത്തുള്ളൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് നമ്മളെപ്പോഴും അത് ഇങ്ങനെ എന്താ പറയുക മൂവികളിലും അങ്ങനെയൊക്കെ കണ്ടാൽ നമുക്കതൊരു ഫാൻറ്റസിയാണ്, ഒരു ഫെയറി ലാൻഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അതിൻ്റെ ഒരു റീസൺ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ വേ ദേ സെലിബ്രേറ്റ് അല്ലെങ്കിൽ വേ ദേ ഡെക്കറേറ്റ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു മാസം മുമ്പേ തന്നെ അവിടുത്തെ ഡെക്കറേഷനുകൾ, അവിടുത്തെ ലൈറ്റിങ്, അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു പ്രോമിനൻറ്റ് പ്ലേസ് ഒന്നുമല്ല അത്, ജസ്റ്റ് ആണ് കാസിൽ എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാലും ഒരു ലണ്ടനിലത്തെ ഒരു ടോപ്പ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു പ്ലേസ് ഒന്നുമല്ല. പക്ഷേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവിടുത്തെ ലൈറ്റിങ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡെക്കറേഷൻ. നമ്മൾ വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് ഫീലിലേക്ക് ആയിക്കഴിഞ്ഞു. സാമിക്ക് പിന്നെ കാർ സീറ്റിൽ കിടക്കാനേ ബുദ്ധിമുട്ടുള്ളൂ. കയ്യിലിരുന്ന് ഇങ്ങനെ കാഴ്ച കാണാൻ നല്ല ഇഷ്ടമാണ്. അവനിങ്ങനെ ലൈറ്റൊക്കെ നോക്കി ഒരുമാതിരി പന്തം കണ്ട പെരുച്ചായുടെ പോലെ ഇങ്ങനെ എല്ലാം കണ്ട് ഇങ്ങനെ അന്താളിച്ച് നിൽപ്പുണ്ടായിരുന്നു. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ കടകളെല്ലാം അടച്ചു കിടക്കുക. എല്ലാം വെച്ചാൽ 1-2 കട തുറന്നിട്ടുള്ളൂ, ബാക്കി എല്ലാം അടച്ചു കിടക്കുക. പക്ഷേ ഈ വാക്ക് നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഈ നടന്ന് വരുന്ന ഈ വാക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു വാക്കാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വിൻസർ ഈറ്റൺ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഞങ്ങൾ നടന്ന് അവിടെ എത്തി. പക്ഷേ ആ ഒരു വാക്ക് എനിക്ക് തോന്നുന്നു ഇത്ര റിലാക്സ് ആയി നടന്നുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ 2016 ക്രിസ്മസ് ഞങ്ങൾ UK യിലായിരുന്നു. UK എന്ന് വെച്ചാൽ സ്കോട്ട്ലൻഡിൽ. ഈ പ്രാവശ്യം ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ്. ഞങ്ങളുടെ പണ്ടത്തെ വ്ളോഗുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അന്നും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ക്രിസ്മസിന് കാര്യമായി ഒന്നും ചെയ്തില്ല, വീട്ടിനകത്തിരുന്ന് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളിങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസാണ് അന്ന് UK യിലത്തെ. അപ്പോൾ ഇങ്ങനെ സ്കോട്ട്ലൻഡിൻ്റെ കുറേ അവിടുത്തെ ഷോപ്പിങ്ങും അവിടുത്തെ ക്രിസ്മസ് സാധനങ്ങളുടെ ഷോപ്പിങ്ങും ലൈറ്റിങ്ങും ഒക്കെ അത് അന്ന് കണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിപ്പം
7 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ UK ഒരു ക്രിസ്മസ്. പക്ഷേ ഈ ചെക്കൻ കാരണം ഞങ്ങളുടെ ട്രാവൽ പ്ലാൻസ് മുഴുവൻ കുളമായി. ഒരിക്കലും പോകാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങാം, പിള്ളേർക്കൊരു രസം എന്ന് ആലോചിച്ച് ചുമ്മാ ഇറങ്ങി, അത്രേ ഉള്ളൂ. ഇരുട്ടാവും തോറും സന്ധ്യയാവും തോറും ലൈറ്റ്സ് ഇങ്ങനെ ഭംഗിയായി വരുമായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻസും എല്ലാം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. Where are you, Aiki? Windsor Castle. Where is Windsor Castle? Over there? Oh yeah. ഈ കാസലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ലേക്ക്. ലേക്കിൽ നല്ല ഭംഗിയാണ്. ലേക്ക് ഇച്ചിരി ഇങ്ങനെ മഴ ചാറുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല. പക്ഷെ എല്ലാവരും ഈ പറഞ്ഞ പോലെ കുടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലയ്ക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ താറാവിനെയും ഇതിനെയൊക്കെ. അപ്പോൾ അതിനകത്ത് നിറയെ സ്വാനാണ്. സ്വാനും മറ്റേ ഗൂസും പിന്നെന്താണ് ഡക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലയ്ക്ക് അത് കാണണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് കണ്ടു. നല്ല രസം, നല്ല ഭംഗിയല്ലേ വെള്ളത്തിൽ ഇതിങ്ങനെ നിറയെ സ്വാൻ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഈ വൈൽഡായിട്ടുള്ള ഈ സ്വാൻ മുഴുവൻ ക്വീനിൻ്റെയാണ്. ക്വീനിൻ്റെ എന്ന് വെച്ചപ്പോൾ ക്വീൻ മരിച്ചുപോയി. അപ്പോൾ ബേസിക്കലി ആ റോയൽ ഫാമിലിയുടെ അല്ലെങ്കിൽ ദ ക്രൗൺ എന്ന് പറയും, അവരുടെയാണ് ഇത് മുഴുവൻ. അപ്പോൾ അതായത് അതിന് പ്രിസർവ്ഡ് സ്പീഷീസാണ്. അപ്പോൾ അതിനെ ഉപദ്രവിക്കുകയോ അതിനെ എടുത്തുകൊണ്ട് പോവുകയോ ചെയ്ത ഈക്വലൻ്റ് ടു ഒരു തെഫ്റ്റാണത്, അല്ലെങ്കിൽ ഒരു ക്രൈമാണത്. ശരിക്കും ഇതിൻ്റെ അടുത്തുള്ള കടകളിൽ ഇതിനെ കൊടുക്കാനുള്ള ഫുഡൊക്കെ വാങ്ങാൻ കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ ആൾക്കാരെന്തോ ബ്രെഡോ എന്തൊക്കെയോ കൊണ്ടൊന്ന് ഫീഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഫീഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് അതിനെ ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു, ദി ബ്രിറ്റ്സ് നെവർ യൂസ് അംബ്രല്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കില്ല, ആരും അങ്ങനെ കുടയൊന്നും പിടിക്കുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരെ കുട പിടിക്കുന്നുള്ളൂ. ഞങ്ങളും അങ്ങനെ നടന്നു. അതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നനഞ്ഞു. സംഭവം 4 മണി ആയിട്ടുള്ളൂ. പക്ഷെ സൺസെറ്റ് കഴിഞ്ഞു, നല്ലോണം ഇരുട്ടായി. അയ്യോ 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 നല്ലോണം ഇരുട്ടായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അന്ന് അതിന് തിരിച്ചു പോവാന്ന്. അല്ലേ സാമൂസി? മഴ കൊണ്ടു ഇല്ലേ? മഴ കൊണ്ടു എന്ന് പറഞ്ഞേ. മഴ കൊണ്ടു, ഞങ്ങൾ മഴ കൊണ്ടു എന്ന് പറഞ്ഞേ. ഓന്ന് ഞങ്ങൾ പതുക്കെ നിർത്തുകയാണ്. ബൈ ബൈ പറഞ്ഞേ. വിൻസറിൽ നിന്നും ബൈ ബൈ പറയുന്നു. സാമുവൽ പീറ്റർ സാവിയോ. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.